പുതിയ സീസൺ IPL സൂപ്പർ താരം MS ധോണി ടീമിനു വേണ്ടി കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആശങ്ക നീളുകയാണ്. 2025 IPL സീസണിൽ ടീമിനെ നയിച്ചെങ്കിലും ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനങ്ങൾ തന്നെയാണ് സീസണിൽ CSKയ്ക്ക് ഉണ്ടായത്. പുതിയ സീസണിലേക്ക് ധോണിയുടെ കൺഫർമേഷൻ അറിയാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പകരം പുതിയൊരു വിക്കറ്റ് കീപ്പർ താരത്തിൽ ടീം പരിഗണിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ശക്തമായിരുന്നു. രാജസ്ഥാൻ നായകനായിരുന്ന സഞ്ജു സാംസൺ ടീം വിട്ട CSKയ്ക്കൊപ്പം ചേരുമെന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. ഈ റിപ്പോർട്ടുകളെ ശക്തമായി സാധൂകരിക്കത്തക്കവണ്ണമുള്ള മറ്റൊരു പോസ്റ്റാണ് ഇന്നലെ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. IPL ഈ സീസൺ അവസാനിച്ചതിന് ശേഷം രാജസ്ഥാന്റെ ക്യാപ്റ്റനും മലയാളി വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസന്റെ കൂടുമാറ്റം ഇതിനോടകം തന്നെ ചർച്ചയായിരുന്നു. താരം IPLന്റെ അടുത്ത സീസണിൽ രാജസ്ഥാൻ വിട്ട് പുതിയ ടീമിലേക്ക് ചേക്കേറുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ്. 2026 മിനി ലേലത്തിന് മുന്നോടിയായി ഇപ്പോൾ ഇതാ സഞ്ജു സാംസൺ CSKയിലേക്ക് എത്തിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ സാധ്യത നൽകുന്ന സൂചനകളാണ് ക്രിക്കറ്റ് ആരാധകരിലേക്ക് എത്തുന്നത്. പ്രശസ്ത ക്രിക്കറ്റ് അനലിസ്റ്റായ പ്രസന്ന അഘോരം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പാണ് സഞ്ജുവിന്റെ ചെന്നൈയിലേക്കുള്ള കൂടുമാറ്റം വീണ്ടും ചർച്ചകളിലേക്ക് എത്തിച്ചത്. ഒരു ടോപ്പ് ഓർഡർ വിക്കറ്റ് കീപ്പർ ബാറ്ററെ CSK തട്ടകത്തിലേക്ക് എത്തിക്കാനുള്ള ട്രേഡ് ചർച്ചകൾ ആരംഭിച്ചതായും ആ താരത്തിന് പകരം CSKയിലെ ഓഫ് സ്പിന്നറെയും ഇടങ്കയൻ മിഡിൽ ഓർഡർ ബാറ്ററെയും ടീം കൈമാറുമെന്നുമാണ് പ്രസന്ന അഘോരത്തിന്റെ ഈ പോസ്റ്റിൽ പറയുന്നത്. താരങ്ങളുടെ പേര് വ്യക്തമായി പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിലും സഞ്ജു സാംസൺ തന്നെയാണ് CSK ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള സൂചനകൾ പ്രകടമാണ്. അതേസമയം സഞ്ജുവിനെ സ്വന്തമാക്കാൻ 2 താരങ്ങളെ വിട്ടു നൽകാനായി CSK തയ്യാറായേക്കുമെന്നാണ് ഈ പോസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഇതിൽ പ്രസന്ന അഘോര പറയുന്ന ഓഫ് സ്പിന്നർ താരം അശ്വിനാണ്. കഴിഞ്ഞ ലേലത്തിൽ 9.75 കോടി രൂപയ്ക്കാണ് CSK അശ്വിനെ സ്വന്തമാക്കിയത്. അവസരത്തിന് തുയരുന്നൊരു പ്രകടനം അശ്വിന്റെ ഭാഗത്തുനിന്നും കണ്ടിരുന്നില്ല. നേരത്തെ രാജസ്ഥാൻ റോയൽസിന്റെ താരമായിരുന്നു അശ്വിൻ. ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന രണ്ടാമത്തെ ഇടങ്കയൻ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ശിവം ദൂബെയാണ്. ഈ റിപ്പോർട്ട് ഇതിനോടകം തന്നെ ഇൻസൈഡ് സ്പോർട്സ്, ടൈംസ് ഓഫ് ഇന്ത്യ മാധ്യമങ്ങൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ T20യിൽ ഇന്ത്യയുടെ ഫിനിഷർമാരിൽ ഒരാൾ കൂടിയാണ് ശിവം ദൂബെ. IPLൽ മുൻപ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം. എന്തായാലും മിനി ഓപ്ഷന് മുന്നോടിയായി ഈ ഒരു നീക്കം നടക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ സജീവമായി കാണുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കും.